ട്രെയിനുകളിൽ സ്ത്രീ സുരക്ഷ എന്നത് വെറും വാക്കാണെന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് വർക്കലയിൽ കേരള എക്സ്പ്രസ് ജനറൽ കമ്പാർട്ട്മെന്റിൽ 19-കാരിക്ക് നേരെയുണ്ടായ ആക്രമണം. ഇടയ്ക്ക് നടത്തുന്ന പരിശോധന എന്ന പ്രഹസനം മാറ്റി അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് 2011 ഷൊർണൂരിൽ കൊല്ലപ്പെട്ട സൗമ്യയുടെ അമ്മ പറഞ്ഞു. സുരക്ഷയ്ക്ക് കൂടുതൽ സേനയെ നിയോഗിക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത്. തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ കേരള എക്സ്പ്രസിൽ ഇന്നലെയുണ്ടായ അക്രമം ട്രെയിൻ യാത്രകളിൽ സ്ത്രീകൾ നേരിടുന്ന അക്രമങ്ങളുടെ അവസാന ഉദാഹരണമാണ്. 2011 ഫെബ്രുവരി 1 എറണാകുളം ഷൊർണൂർ യാത്രയ്ക്കിടെ സൗമ്യയെ ഗോവിന്ദച്ചാമി ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. ഏറെ കോലാഹലമുണ്ടാക്കിയതായിരുന്നു ആ സംഭവം. വനിതാ കമ്പാർട്ട്മെന്റുകളിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന ചർച്ച ആ ഘട്ടത്തിൽ സജീവമായി. സംഭവത്തെ തുടർന്ന് റെയിൽവേ പോലീസിന്റെയും സംസ്ഥാന പോലീസിന്റെയും പരിശോധന ശക്തമായിരുന്നു. എന്നാൽ പിന്നീട് എല്ലാം പഴയ പോലെ. പോലീസ് പരിശോധന വെറും പേരിന് മാത്രമായി. എന്നേക്കുമായി നമ്മളിപ്പോൾ എല്ലാവിടും റെയിൽവേ സ്റ്റേഷനും എല്ലാം ഇതായിട്ടാണ് വരുന്നത്. പക്ഷെ അതേപോലെ ഒരു സുരക്ഷിത ഈ ട്രെയിനിൻ്റെ ഉള്ളിലും കൂടി അവർ വെക്കണം. അത് വെക്കേണ്ടത് നിർബന്ധമുള്ളൊരു കാര്യമാണ്. ട്രെയിനുകളിൽ രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യാൻ ഇന്നും പലർക്കും ഭയമാണ്. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഉണ്ടാവാറുള്ളൂ. രാത്രി പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട് ചില സമയത്ത്. അപ്പോൾ ഇപ്പോൾ ലേഡീസിലേ കയറാറുള്ളൂ. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ഒഴിവാക്കാൻ വനിതാ കമ്പാർട്ട്മെന്റുകളുടെ എണ്ണം കൂട്ടണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ലോക്കലിലൊക്കെ ഇനി സുരക്ഷ ചെയ്യണം. ലേഡീസ് കമ്പാർട്ട്മെന്റ് ഇട്ടാലേ അത് തന്നെ വലിയൊരു ഉപകാരമാണ്. സുരക്ഷയ്ക്ക് കൂടുതൽ റെയിൽവേ പോലീസിനെ നിയോഗിക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര റെയിൽവേ വകുപ്പിന്റെ തന്നെയാണ്. കേരളം ഈ കാര്യത്തിൽ നിരവധി തവണ അഭ്യർത്ഥന നടത്തിയിട്ടും കത്തുകൾ എഴുതിയിട്ടും മെയിലുകൾ അയച്ചിട്ടും ഒന്നും തന്നെ നടപടി ഉണ്ടായിട്ടില്ല. ശരിയായ രീതിയല്ല. ട്രെയിൻ യാത്രക്കാർക്ക് ആവശ്യമായുള്ള സുരക്ഷിതത്വം നൽകാൻ റെയിൽവേ തയ്യാറാവണം. അക്രമമുണ്ടാകുമ്പോൾ മാത്രമുള്ള സുരക്ഷയ്ക്കപ്പുറം സ്ഥിരമായ സംവിധാനം വേണമെന്നാണ് റെയിൽ യാത്രക്കാരുടെ ആവശ്യം. മീഡിയ 1 തിരുവനന്തപുരം. കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെ ഇലക്ഷൻ വിഭാഗം സീനിയർ ക്ലർക്ക് അജീഷിന്റെ ആത്മഹത്യയിൽ ദുരൂഹത. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട സമ്മർദ്ദമാണ് അജീഷിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് മുനിസിപ്പൽ ചെയർമാൻ അബ്ദു വെള്ളറ മീഡിയ 1 പറഞ്ഞു. സമഗ്ര അന്വേഷണം നടത്തണമെന്ന് DCC പ്രസിഡന്റ് കെ പ്രവീൺ കുമാറും ആവശ്യപ്പെട്ടു. ഒക്ടോബർ 19 അജീഷ് ആത്മഹത്യ ചെയ്യുന്നത്. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന്റെ അവസാന ദിവസങ്ങളായിട്ടും 17 നും 18 അജീഷ് ഓഫീസിലെത്തിയില്ല. 15 നും 16 6 മണിയുടെ ഓഫീസ് വിട്ട് അജീഷ് വീട്ടിലെത്തിയത് രാത്രി 11 19 ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഇതിൽ അസ്വാഭാവികതയുണ്ടെന്നാണ് മുനിസിപ്പൽ ചെയർമാൻ ആരോപിക്കുന്നത്. 2 ദിവസം എന്ന് പറയുന്നത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട 2 ദിവസമാണ്. 17-ാം തീയതിയും 18-ാം തീയതിയും. ഈ 2 ദിവസവും അദ്ദേഹം ഓഫീസിൽ തീരെ വന്നില്ല എന്ന് പറയുന്നത് വളരെ ദുരൂഹതയുള്ള കാര്യമാണ്. ഒരു സംശയമല്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ മറ്റു പ്രശ്നങ്ങളോ അജീഷിനെ അലട്ടിയിരുന്നില്ലെന്നും അബ്ദു സൂചിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ താമരശ്ശേരി പഞ്ചായത്തിൽ ജോലിക്കാരിയാണ്. ഇദ്ദേഹത്തിന് സാമ്പത്തിക പ്രശ്നങ്ങളില്ല. മറ്റൊരു വിഷയമില്ലാത്ത ഒരാൾ ആത്മഹത്യ ചെയ്യാന്ന് പറയുന്നത് ഈ ഒരു സമ്മർദ്ദം സഹിക്കാൻ വയ്യാതാണ് എന്ന് ഒരു സംശയവുമില്ല. കൊടുവള്ളിയിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്താൻ ബാഹ്യടപെടൽ ഉണ്ടായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നതാണ് മുനിസിപ്പൽ ചെയർമാന്റെ വാക്കുകൾ. അജീഷിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും ആവശ്യപ്പെട്ടു. വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ദുരൂഹമായൊരു മരണമായിട്ടാണ് പൊതുജന സംസാരം. ആ സാഹചര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ പരാതി കൊടുത്തിട്ടുള്ളത്. ജനാധിപത്യത്തിന് ഭൂഷണമല്ലാത്ത ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു കാരണം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് ഉദ്യോഗസ്ഥ സമ്മർദ്ദത്തിലായതാണ്. ആ സമ്മർദ്ദത്തിന് വഴങ്ങി അതിലുണ്ടായ മാനസിക പ്രയാസമാണോ ആത്മഹത്യ നയിച്ചതെന്നാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. അസ്വാഭാവിക മരണമാണ്, അതിൽ അസ്വാഭാവികതയുണ്ട് എന്നിട്ടാണ് ഞങ്ങൾ ചാനൽ അത് അന്വേഷിക്കണം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അജീഷിന്റെ കുടുംബം മരണത്തിൽ ഇതുവരെ സംശയം പ്രകടിപ്പിച്ചിട്ടില്ല. ഓമശ്ശേരി സ്വദേശിയാണ് മരണപ്പെട്ട അജീഷ്. മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രചാരണം ആരംഭിച്ച് കോൺഗ്രസ്. കെ മുരളീധരൻ നയിക്കുന്ന ജനകീയ വിചാരണ യാത്രയോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ഔദ്യോഗിക തുടക്കമാകും. BJPയും കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പ്രാഥമിക പട്ടിക തയ്യാറാക്കി. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമരൂപം നൽകാൻ CPM നേതൃയോഗം ബുധനാഴ്ച ചേരും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുൻപെങ്ങുമില്ലാത്ത വിധം ആവേശത്തിലാണ് കോൺഗ്രസ് ക്യാമ്പ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനു മുമ്പേ പകുതിയോളം സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണവും തുടങ്ങിക്കഴിഞ്ഞു. യുവനിരയാണ് കോൺഗ്രസ് പാർട്ടിയുടെ കരുത്ത്. മുൻ MLA KS ശബരിനാഥനാണ് ഇത്തവണ UDFനെ നയിക്കാനുള്ള നിയോഗം. വളരെയധികം സന്തോഷത്തോടെ വിനയത്തോടെ
അതിനേക്കാൾ ഉപരി വലിയൊരു എക്സൈറ്റ്മെൻറ്റോടെയാണ് ഈ ഒരു ഉത്തരവാദിത്വത്തെ ഞാൻ കാണുന്നത്. പ്രഖ്യാപനത്തിന് പിന്നാലെ 48 സ്ഥാനാർത്ഥികളും വാർഡുകളിൽ സജീവമായി കഴിഞ്ഞു. പറ്റുന്ന അത്രയും ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഒട്ടും വെയിറ്റ് ചെയ്യാതെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ തന്നെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയത്. കോർപ്പറേഷനിലെ 101 വാർഡുകളിലൂടെ കെ മുരളീധരൻ നയിക്കുന്ന ജനകീയ വിചാരണ യാത്രയ്ക്കും ഇന്ന് തുടക്കമാകും. CPM നേരത്തെ തന്നെ ബൂത്ത് തല പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസം ചേരുന്ന നേതൃയോഗം സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടികയ്ക്ക് രൂപം നൽകും. നിലവിലെ മേയർ ആര്യ രാജേന്ദ്രൻ ഇത്തവണ മത്സരത്തിനുണ്ടാകില്ലെന്നാണ് സൂചന. BJPയും സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാനുള്ള അവസാന ഒരുക്കത്തിലാണ്. ഓരോ വാർഡുകളിൽ നിന്നും 3 വീതം പേരുടെ ചുരുക്കപ്പട്ടികയാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. അന്തിമ പട്ടിക ഉടൻ പുറത്തിറക്കാൻ കഴിയുമെന്നാണ് BJP ക്യാമ്പിന്റെയും പ്രതീക്ഷ. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പുറത്തു വന്നാൽ ഉടൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കളം പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ. സുനിൽ ഐസക്, മീഡിയ 1, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് പങ്കില്ലെന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസു. വാസുവിനെ SIT തലവൻ SP S. ശശിധരന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു. സ്വർണ്ണം മോഷ്ടിച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ശബരിമലയിലെ ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും സ്വർണം പൂശുന്നതിന് കൊണ്ടുപോകുമ്പോൾ ദേവസ്വം കമ്മീഷണറായിരുന്നു N. വാസു. പിന്നീട് ദേവസ്വം പ്രസിഡന്റുമായി. ഇക്കാലയളവിൽ N. വാസുവിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെന്നായിരുന്നു ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘം കേസിൽ പ്രതിയേർത്തത്. സ്വർണ്ണപ്പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് N. വാസുവിന് അറിയാമായിരുന്നുവെന്നാണ് മുരാരി ബാബു ഉൾപ്പെടെയുള്ളവർ നൽകിയ മൊഴി. പാളികളിൽ സ്വർണം പൂശിയ ശേഷം ബാക്കി വന്ന സ്വർണം സ്ത്രീകളുടെ വിവാഹ ആവശ്യത്തിന് കൊടുക്കട്ടെ എന്ന് ചോദിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി അന്ന് ബോർഡ് പ്രസിഡന്റായിരുന്ന N. വാസുവിന് ഇമെയിൽ അയച്ചിരുന്നു. ഇത് പരിശോധിച്ച വാസു ഉദ്യോഗസ്ഥർക്ക് തുടർ നടപടിക്കായി ഇത് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇത്തരം നടപടികൾ താൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും തട്ടിപ്പിന്റെ ഭാഗമായിരുന്നില്ല എന്ന് N. വാസു പറയുന്നു. വാസുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് അന്വേഷണ സംഘം വിവരം തേടും. തുടർന്ന് വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനും സാധ്യതയുണ്ട്. കൃത്യമായ തെളിവുകൾ ലഭിച്ചാൽ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. തട്ടിപ്പിന് തടയിടാൻ ശബരിമലയിലെ കാര്യങ്ങൾ ഇനി മുതൽ ദേവസ്വം വിജിലൻസ് SP-യുടെ മേൽനോട്ടത്തിൽ ചെയ്യുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് SP-യുടെ കൃത്യമായ നിരീക്ഷണവും പരിശോധനയും അവിടെ നിയമിക്കുന്ന മേൽശാന്തിമാരുടെ കീഴ്ശാന്തിമാരുടെ കാര്യത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കട്ടളപ്പാളി കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തി വൈകാതെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് തീരുമാനം. N. വാസുവിന്റെ ചോദ്യം ചെയ്യലിലൂടെ കേസിന്റെ അന്വേഷണം ഉന്നതരിലേക്കും കൂടി എത്തുകയാണ്. A. പത്മകുമാർ അടക്കമുള്ളവരെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. തിരുവനന്തപുരത്തു നിന്നും സിജോ വി ജോൺ, മീഡിയ 1. ചലച്ചിത്ര അക്കാദമി ഭാരവാഹികളുടെ കാലാവധി തീർന്നപ്പോഴാണ് പുതിയവരെ തീരുമാനിച്ചതെന്ന് മന്ത്രി സജി ചെറിയാൻ. ആശാസമരത്തെ പ്രകീർത്തിച്ചതുകൊണ്ടാണ് പ്രേംകുമാറിനോട് അനിഷ്ടമുള്ളത് എന്ന വാദം ശരിയല്ല. പ്രേംകുമാർ ഇതുവരെ ഇടതുപക്ഷ വിരുദ്ധമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു. അത് അതിന്റെ ഉത്തരവ് പുറപ്പെടുവിച്ചു. അപ്പുറത്തേക്ക് അതിനകത്ത് ഒരു അതിശയപരമായിട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ അദ്ദേഹം 3 വർഷം അതിന്റെ വൈസ് ചെയർമാനായും 2 വർഷം അതിന്റെ ചെയർമാനായും സേവനം അനുഷ്ഠിച്ചു. ഒരു ചെറിയ കാര്യമാണ്. ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കാലത്ത് ലയണൽ മെസ്സിയും അർജന്റീന ടീമും മാർച്ചിൽ കേരളത്തിൽ വരുമെന്ന് കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ. 2 ദിവസം മുൻപ് ഇമെയിൽ വഴി അർജന്റീന ടീമിന്റെ ഉറപ്പു കിട്ടി. നവംബറിൽ നടക്കേണ്ട കളി സ്റ്റേഡിയത്തിലെ അസൗകര്യം മൂലമാണ് നടക്കാതിരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. അതേസമയം കലൂർ സ്റ്റേഡിയം നവീകരണത്തിൽ സ്പോൺസറുമായി കരാറില്ലെന്ന് മന്ത്രി തുറന്നു സമ്മതിച്ചു. സ്റ്റേഡിയത്തിൽ ഇത് കൃത്യമായി നടത്താമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇതൊക്കെ ചെയ്തതെങ്കിലും നമുക്ക് അതിലുള്ള ചില അസൗകര്യങ്ങൾ നമ്മൾ സമയത്തിന് അത് പൂർത്തീകരിക്കാൻ കഴിയില്ല. അപ്പൊ ആ ഒരു സ്റ്റേഡിയത്തിന്റെ അംഗീകാരം ലഭ്യമാകാത്തതുകൊണ്ടാണ് നമ്മുടെ ആ ഒരു വിൻഡോയിൽ നമുക്ക് ചെറിയ പ്രശ്നം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 2 ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അർജന്റീനൻ ടീമിന്റെ ഒരു മെയിലിൽ മാർച്ചിൽ അവർ നിർബന്ധമായും വരാമെന്ന് അടുത്ത ദിവസം തന്നെ അതിന്റെ ഒരു അനൗൺസ്മെന്റ് നടത്താമെന്ന് അവർ അറിയിച്ചു. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനുള്ള വിവരങ്ങൾ തേടി BLOമാർ നാളെ മുതൽ വീടുകളിലെത്തി തുടങ്ങും. എന്യൂമറേഷൻ ഫോം പ്രിന്റിംഗ് അവസാന ഘട്ടത്തിലാണ്. വോട്ടറുടെയും മാതാപിതാക്കളുടെയും വിവരങ്ങളാണ് എന്യൂമറേഷൻ ഫോമിലുള്ളത്. മറ്റു രാജ്യങ്ങളുടെ പൗരത്വം എടുത്തിട്ടില്ലെന്ന സത്യപ്രസ്താവന നടത്താനും നിർദ്ദേശമുണ്ട്. SIR-ന്റെ നടപടിക്രമങ്ങളിലേക്ക് കേരളം കടന്നു കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സ് നടക്കുന്ന സ്ഥലത്താണ് ഞാനുള്ളത്. ഓരോ വോട്ടറുടെയും എന്യൂമറേഷൻ ഫോം തയ്യാറാക്കുന്ന പാലക്കാട്ടെ ഒരു പ്രസ്സിലാണ് ഞാനുള്ളത്.
എന്യൂമറേഷൻ ഫോമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെല്ലാമാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്യൂമറേഷൻ ഫോം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് ഉള്ളത് ഓരോ വോട്ടറുടെ വിവരങ്ങളാണ്. വോട്ടറുടെ ID കാർഡിൻ്റെ എപ്പിക് നമ്പർ, അദ്ദേഹത്തിൻ്റെ പേര്, മേൽവിലാസം തുടങ്ങിയവയാണ്. പിന്നീടുള്ളത് ജനന തീയതിയാണ്, വോട്ടറുടെ ജനന തീയതി. പിന്നീട് ആധാർ നമ്പറാണ്, അത് നിർബന്ധമില്ല. പിന്നീട് മൊബൈൽ നമ്പർ, രക്ഷിതാവിൻ്റെ പേര്, രക്ഷിതാവിൻ്റെ എപ്പിക് നമ്പർ, പങ്കാളി ഉണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ, പങ്കാളിയുടെ എപ്പിക് നമ്പർ താഴെയുള്ളൊരു കോളത്തിൽ, അവസാന SIRലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറാണെങ്കിൽ അയാളുടെ പേര്, അയാളുടെ ID കാർഡിൻ്റെ എപ്പിക് നമ്പർ, ബന്ധുവിൻ്റെ പേര്, ജില്ല, സംസ്ഥാനം, നിയമസഭാ മണ്ഡലം, പിന്നീട് വോട്ടർ പട്ടികയിൽ ഉള്ള ഈ ക്രമ നമ്പർ തുടങ്ങിയവയാണ്. നിരവധി ആശങ്കകൾ നിലനിൽക്കുന്നതിനിടെയാണ് SIRുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കുന്നത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്. ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ചെയ്ത ക്രിസ്ത്യാനികളെ ഗ്രാമങ്ങളിൽ പ്രവേശിപ്പിക്കില്ല എന്ന ബോർഡുകൾ സ്ഥാപിച്ചതിൽ പ്രതിഷേധവുമായി കത്തോലിക്ക സഭ. വർഗീയതയുടെ ഒരു പുതിയ രഥയാത്രയ്ക്ക് തുടക്കമായിരിക്കുമെന്ന് സഭ ആരോപിച്ചു. ഒരു കൂട്ടം ആളുകളെ രണ്ടാം തരം പൌരന്മാരായി ചിത്രീകരിക്കുന്നുവെന്നും സഭ ചൂണ്ടിക്കാട്ടി. ബോർഡുകൾ മാറ്റേണ്ടതില്ല എന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ ഉടൻ സുപ്രീംകോടതിയെ സമീപിക്കും. കാങ്കർ ജില്ലയിലെ 8 ഗ്രാമങ്ങളിലാണ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നത്. നടപടി ഭരണഘടനാ വിരുദ്ധമല്ല എന്നാണ് ഛത്തീസ്ഗഡ് ഹൈക്കോടതി നിലപാട്. ഉത്തർപ്രദേശിലെ അമേഠിയിൽ കൂലി ചോദിച്ച ദലിത് കർഷക തൊഴിലാളിയെ കൊലപ്പെടുത്തി. ഭൂവുടമയും ഗുണ്ടകളും ചേർന്നാണ് ഫോസില പ്രസാദിനെ കൊന്നത്. കഴിഞ്ഞ മാസം 26-ന് നടന്ന ക്രൂര കൊലപാതകം ഇപ്പോഴാണ് പുറം ലോകം അറിയുന്നത്. 350 രൂപ ദിവസവേതനത്തിനായിരുന്നു ഫോസില ജോലി ചെയ്തിരുന്നത്. ഒരാഴ്ച കഴിഞ്ഞിട്ടും പണം നൽകാതായതോടെ ഫോസില ഭൂവുടമ ശുഭം സിംഗിനോട് പണം ചോദിച്ചു. ഇതിൽ പ്രകോപിതനായ ശുഭം സിംഗും കൂട്ടാളികളും കൊല നടത്തുകയായിരുന്നുവെന്ന് ഭാര്യ കീർത്തി പറഞ്ഞു. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ സ്ഥിതിഗതികൾ മാറ്റമില്ലാതെ തുടരുന്നുവെന്ന് തൃശൂർ ജില്ലാ കലക്ടർ ഹൈക്കോടതിയിൽ. പലയിടത്തും ഗതാഗതക്കുരുക്ക് തുടരുകയാണ്. നിർമ്മാണത്തിനായി കുഴിയെടുത്ത സ്ഥലങ്ങളിൽ ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടില്ലെന്നും കലക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നു. ട്രാഫിക് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ സമയാസമയം പാലിക്കാൻ ദേശീയപാത അതോറിറ്റിയോട് കോടതി നിർദ്ദേശിച്ചു. തൃശൂർ കുതിരാനിൽ ഭീതി പടർത്തുന്ന കാട്ടുകൊമ്പനെ പൂട്ടാൻ വനം വകുപ്പ്. വയനാട്ടിൽ നിന്ന് കുങ്കിയ ആനകളെ എത്തിച്ച് ആനയെ കാട് കയറ്റി സോളാർ വേലി സ്ഥാപിക്കാനാണ് പദ്ധതി. ആനയെ നിരീക്ഷിക്കാൻ വനം വകുപ്പ് AI ക്യാമറകൾ സ്ഥാപിച്ചു. നാട്ടുകാരുടെ പ്രതിഷേധത്തിന് പിന്നാലെ വനം മന്ത്രി AK ശശീന്ദ്രൻ സ്ഥലം സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസമാണ് പ്രദേശത്തെത്തിയ കാട്ടുകൊമ്പൻ വനം വാച്ചറെ ആക്രമിച്ചത്. പ്രദേശവാസികൾ മാസങ്ങളായി ഭീതിയിലാണ് ജീവിക്കുന്നത്. പ്രതിഷേധം ശക്തമായതോടെയാണ് കൊമ്പനെ കാട് കയറ്റാൻ വനം വകുപ്പ് ദൗത്യം തുടങ്ങിയത്. ഇതിനായി വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘം കുതിരാനിലെത്തി. ഡ്രോണുകൾ ഉപയോഗിച്ചും ക്യാമറകൾ ഉപയോഗിച്ചും ആനയെ നിരീക്ഷിച്ചു വരികയാണ്. ആവശ്യമെങ്കിൽ മയക്കുവെടി വെക്കുന്നത് ഉൾപ്പെടെ പരിഗണിക്കുമെന്ന് വനം മന്ത്രി വ്യക്തമാക്കി. ഇനിയിപ്പോൾ അതിനെ മയക്കുവെടി വെക്കണമെങ്കിൽ മറ്റൊന്നെങ്കിലും ഇതിൽ ട്രാപ്പിൽ വീഴണം. ഇത് ട്രാപ്പിൽ വീണാൽ മയക്കുവെടി ഒന്നും വെക്കാൻ കഴിയില്ലെങ്കിലാണല്ലോ. അപ്പോൾ ആ നിർദ്ദേശം സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രദേശവാസികളുമായി ചർച്ച നടത്തിയ വനം മന്ത്രി സർക്കാരിന് ചെയ്യാനാവുന്നതെല്ലാം ചെയ്യുമെന്ന് ഉറപ്പു നൽകി. തീർച്ചയായും എനിക്ക് നേരിട്ട് ഇത് അനുഭവപ്പെട്ടതാണ്. ഞാൻ പരമാവധി ആ കാര്യത്തിൽ നല്ല നിലപാട് സ്വീകരിക്കുമെന്ന്, അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതല്ല, കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. ആനയുടെ ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്താകും വനം വകുപ്പിന്റെ വരും ദിവസങ്ങളിലുള്ള നടപടി. മീഡിയ 1 തൃശൂർ. ഫ്രഷ് കട്ട് തുറന്ന് പ്രവർത്തിക്കാൻ ജില്ലാ ഭരണകൂടം നീക്കം തുടങ്ങിയിരിക്കെ പ്രതിഷേധം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. ജനങ്ങളെ അടിച്ചൊതുക്കി തുറക്കാനാണ് നീക്കമെങ്കിൽ അനുവദിക്കില്ലെന്ന് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ജനങ്ങളുടെ പരാതി പരിഹരിക്കാതെ ഫാക്ടറി തുറക്കാൻ അനുവദിക്കില്ലെന്ന് DYFIയും പ്രഖ്യാപിച്ചു. സമരം നാളെ പുനരാരംഭിക്കും. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാതെ ഫ്രഷ് കട്ട് അറവുമാലിന്യ സംസ്കരണ പ്ലാന്റ് തുറക്കാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ നീക്കത്തോട് ശക്തമായ ഭാഷയിലാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണം. നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് ഫ്രഷ് കട്ട് തുറന്നു കളയാമെന്ന് കരുതേണ്ടെന്ന് ലീഗ് നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടിയും MK മുനീറും മുന്നറിയിപ്പ് നൽകി. നിരോധനാജ്ഞ ഏർപ്പെടുത്തി ബലം പ്രയോഗിച്ച് അടിച്ചൊതുക്കി അവിടെ നടത്തും ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനൊരൊറ്റ മറുപടിയേ ഉള്ളൂ, അതെന്നും നടക്കൂല, യാതൊരു സംശയവും. പോലീസ് ജനങ്ങളെ അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഞങ്ങൾ പറയാൻ. ഫാക്ടറി തുറക്കാൻ അനുവദിക്കില്ലെന്ന് ഫ്രഷ് കട്ട് സംഘർഷ കേസിൽ 1ാം പ്രതി ചേർക്കപ്പെട്ട DYFI ബ്ലോക്ക് പ്രസിഡന്റ് T മെഹ്റൂഫും പറഞ്ഞു. ജനങ്ങളുടെ പ്രശ്നം ന്യായമാണ്,
ആ ന്യായമായ പ്രശ്നത്തിന് പരിഹാരം കാണാതെ ആ ഫ്രഷ് കട്ട് തുറന്നു പ്രവർത്തിക്കാൻ ഡിവൈഎഫ്ഐ അനുവദിക്കില്ല. ജനപ്രതിനിധികളെ ക്ഷണിക്കാതെ കളക്ടർ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം UDF ബഹിഷ്കരിച്ചു. അത് ശരിയല്ല, ആ നടപടി ശരിയല്ല. കളക്ടർ എടുത്ത നടപടിയിൽ നമുക്ക് പ്രയാസമുണ്ട്. നാളെ വൈകുന്നേരം മുതൽ ഇറച്ചിമുക്കിലെ അമ്പല ജംഗ്ഷനിൽ സമരം പുനരാരംഭിക്കുമെന്ന് സമരസമിതിയും അറിയിച്ചു. ഫാക്ടറി തുറക്കുന്നതിന് മുന്നോടിയായി പ്രദേശത്ത് പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മീഡിയ 1 കോഴിക്കോട്. മൂന്നാറിൽ വെച്ച് ടാക്സി ഡ്രൈവർമാർ ഭീഷണിപ്പെടുത്തിയെന്ന മുംബൈ സ്വദേശിനിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ്. മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാർക്കെതിരെയാണ് കേസ്. യുവതിയുമായി നേരിട്ട് ബന്ധപ്പെടാൻ പോലീസ് ശ്രമം തുടങ്ങി. കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടയാളെ രക്തസാക്ഷിയാക്കി ഡിവൈഎഫ്ഐ പ്രമേയം. പാനൂർ സ്വദേശി കാട്ടിൻഡവട ഷെറിനെയാണ് രക്തസാക്ഷിയാക്കിയത്. സ്ഫോടനത്തെയും ഷെറിൻ ഉൾപ്പെടെയുള്ള കേസിലെ പ്രതികളെയും CPM നേരത്തെ തള്ളിപ്പറഞ്ഞിരുന്നു. മുളിയാത്തോട്ടിലെ ഷെറിന്റെ രക്തസാക്ഷിത്വം ഈ സമ്മേളനം അനുശോചനം രേഖപ്പെടുത്തുന്നു. ഡിവൈഎഫ്ഐ പാനൂർ കുന്നോത്തുപറമ്പ് മേഖലാ സമ്മേളനത്തിലാണ് പാർട്ടിക്ക് ഏറെ പേരുദോഷം കേൾപ്പിച്ച സംഭവത്തിലെ പ്രതിയെ രക്തസാക്ഷിയായി അനുസ്മരിച്ചത്. യോഗത്തിൽ അവതരിപ്പിച്ച രക്തസാക്ഷി പ്രമേയത്തിൽ ഷെറിന് മേഖലാ സമ്മേളനം അനുശോചനം രേഖപ്പെടുത്തി. 2024 ഏപ്രിൽ 5 പുലർച്ചെ കുന്നോത്തുപറമ്പിൽ നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന വീടിന്റെ ടെറസിലാണ് സ്ഫോടനം നടന്നത്. പൊതുതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നടന്ന സംഭവത്തെ ഗത്യന്തരമില്ലാതെയെന്ന് CPM തള്ളിപ്പറഞ്ഞു. കൊല്ലപ്പെട്ട ഷെറിന് പാർട്ടി ബന്ധമില്ലെന്നായിരുന്നു CPM നേതൃത്വത്തിന്റെ വാദം. ഷെറിൻ ഉൾപ്പെടെ 15 പേരാണ് കേസിൽ പ്രതികളായിരുന്നത്. 2ാം പ്രതിയാണ് ഷെറിൻ. കേസിലെ 7ാം പ്രതിയായ അമൽ ബാബുവിനെ മാസങ്ങൾക്ക് മുൻപ് കുന്നോത്തുപറമ്പ് ബ്രാഞ്ച് സെക്രട്ടറിയായി CPM തെരഞ്ഞെടുത്തിട്ടുണ്ട്. മീഡിയ 1 കണ്ണൂർ. വനിതാ ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിന് വൻ സ്വീകരണമൊരുക്കാൻ രാജ്യം. വിക്ടറി പരേഡിൽ വൈകാതെ തീരുമാനമുണ്ടാകും. കിരീട നേട്ടത്തിൽ ഇന്ത്യൻ ടീമിന് BCCI 51 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. വനിതാ ഏകദിന ലോകകപ്പിൽ ആദ്യ കിരീടം നേടി ചരിത്രം കുറിച്ച ഇന്ത്യൻ ടീമിനെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയാണ് രാജ്യം. ഈ നാഴികക്കല്ല് വനിതാ ക്രിക്കറ്റിനെ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്ന് രാഷ്ട്രപതി കുറിച്ചു. ഒത്തൊരുമയുടെയും സ്ഥിരോത്സാഹത്തിന്റെയും വിജയമെന്ന് പ്രധാനമന്ത്രി അഭിനന്ദന സന്ദേശത്തിൽ പറഞ്ഞു. അതിനിടെ ഇന്ത്യൻ ടീമിന് BCCI വമ്പൻ പാരിതോഷികം പ്രഖ്യാപിച്ചു. 51 കോടി രൂപ സമ്മാനമായി നൽകുമെന്ന് BCCI വ്യക്തമാക്കി. ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ടീമിന് ICCയിൽ നിന്ന് പ്രൈസ് മണിയായി 39 കോടി രൂപ ലഭിച്ചിരുന്നു. ടീമിന് സ്വീകരണമൊരുക്കാൻ ആലോചനകൾ തുടങ്ങിക്കഴിഞ്ഞു. വിക്ടറി പരേഡ് സംബന്ധിച്ച് വൈകാതെ തീരുമാനമുണ്ടാകുമെന്ന് BCCI സെക്രട്ടറി ദേവജിത്ത് സൈക്കിയ വ്യക്തമാക്കി. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 52 റൺസിനാണ് ഇന്ത്യൻ വനിതകൾ കീഴടക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 50 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 298 റൺസ് നേടിയപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ മറുപടി ബാറ്റിംഗ് 246 അവസാനിച്ചു. ക്യാപ്റ്റൻ ലോറ വോൾവാർഡിന്റെ സെഞ്ചുറി പാഴായി. ബാറ്റിംഗിലും ബൌളിംഗിലും ഒരുപോലെ തിളങ്ങിയ ദീപ്തി ശർമ്മയും ഷെഫാലി വർമ്മയുമാണ് വിജയശില്പികൾ. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1.